നമസ്കാരം. കോൺഗ്രസ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ താമസിക്കുന്ന പാലക്കാട് KPM ഹോട്ടലിൽ രാത്രി നടത്തിയ റെയ്ഡിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ കേസെടുത്തു. ഹോട്ടലിന്റെ പരാതിയിലാണ് സൗത്ത് പോലീസ് കേസെടുത്തത്. അതിക്രമിച്ച് കയറി നാശനഷ്ടമുണ്ടാക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തതിനാണ് കേസെടുത്തത്. അതേസമയം ഷാനിമോൾ ഉസ്മാന്റെ കിടപ്പുമുറിയിലെ പരിശോധനയ്ക്കെതിരെ വനിതാ കമ്മീഷന് പരാതി നൽകി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MPയാണ് പരാതി നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായിരുന്ന മുൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാരായ ഷാനിമോൾ ഉസ്മാൻ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ എന്നിവർ താമസിച്ചിരുന്ന KPM ഹോട്ടൽ മുറികളിൽ അർദ്ധരാത്രി വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ പോലീസ് നടത്തിയ റെയ്ഡ് സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും സ്ത്രീ സുരക്ഷാ ലംഘനവുമാണെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ നേരിട്ട് അന്വേഷണം നടത്തണമെന്നും അനധികൃതമായി കടന്നുകയറിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും ജെബി മേത്തർ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന പാലക്കാട്ടെ ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അനധികൃത പണം കൈവശം വെച്ചിരിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ബിന്ദു കൃഷ്ണയുടെ മുറിയിലും പിന്നാലെ ഷാനിമോൾ ഉസ്മാന്റെ മുറിയിലും പോലീസ് പരിശോധനയ്ക്കെത്തി. ഹോട്ടലിലെ 3 നിലകളിലെ വിവിധ മുറികളിൽ പോലീസ് കയറി പരിശോധിച്ചു. എന്നാൽ വനിതാ പോലീസ് ഇല്ലാതെയാണ് പോലീസ് നേതാക്കളുടെ മുറിയിൽ പരിശോധന നടത്തിയതെന്നടക്കം കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇതിനിടെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടു. ദൃശ്യത്തിൽ കാണുന്ന നീല ട്രോളി ബാഗിൽ കള്ളപ്പണമാണെന്നാണ് CPM ആരോപണം. നീല ട്രോളി ബാഗുമായി KSU നേതാവ് ഫെനി എത്തുന്നതടക്കം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. MPമാരായ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും ജ്യോതികുമാർ ചാമക്കാല എന്നിവർ KPM ഹോട്ടലിലേക്ക് കയറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അതേസമയം ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രംഗത്ത് വന്നിരുന്നു. ബാഗിൽ പണമാണെന്ന് ദൃശ്യങ്ങളിലുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. പോലീസ് പിടിച്ചെടുത്ത CCTV ദൃശ്യങ്ങൾ CPMന് ലഭിച്ചതിൽ പൊളിറ്റിക്കൽ അജണ്ടയില്ലേ എന്നും രാഹുൽ ചോദിക്കുന്നു. പെട്ടിയിൽ വസ്ത്രങ്ങളാണെന്ന് ആവർത്തിച്ച രാഹുൽ, പെട്ടിയിൽ പണമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ ശാസ്ത്രീയ അന്വേഷണം നടക്കട്ടെ എന്നും പ്രതികരിച്ചു. പാതിരാ റെയ്ഡ് നടന്ന പാലക്കാട്ടെ KPM ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ് CPM ഇന്ന് പുറത്തുവിട്ടത്. KSU നേതാവ് ഫെനി നൈനാൻ ബാഗുമായി എത്തുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. നീല ട്രോളി ബാഗിൽ കോൺഗ്രസ് പാലക്കാട്ടേക്ക് കള്ളപ്പണം കൊണ്ടുവെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പോലീസിന് CPM പരാതി നൽകിയിരിക്കുന്നത്. ആരോപണം ബലപ്പെടുത്താൻ വേണ്ടിയാണ് KPM ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടത്. ഫെനി നൈനാൻ ട്രോളി ബാഗിൽ എത്തിച്ചത് കള്ളപ്പണമാണെന്നാണ് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിക്കുന്നത്. 1 രൂപയുണ്ടെന്ന് തെളിയിച്ചാൽ പ്രചാരണം നിർത്താമെന്ന് ട്രോളി ബാഗ് പ്രദർശിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകിയിരുന്നു. KPM ഹോട്ടലിലെ ഇന്നലത്തെ CCTV ദൃശ്യങ്ങളാണ് CPM ഇന്ന് പുറത്തുവിട്ടത്. നീല ട്രോളി ബാഗുമായി KSU നേതാവ് ഫെനി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. MPമാരായ ഷാഫി പറമ്പിൽ, ശ്രീകണ്ഠൻ, ജ്യോതികുമാർ ചാമക്കാല എന്നിവർ KPM ഹോട്ടലിലേക്ക് കയറുന്നതുൾപ്പെടെ ഈ ദൃശ്യങ്ങളിലുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും CPM നേരത്തെ പറഞ്ഞിരുന്നു. നിരവധി ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. കോറിഡോറിലെ ദൃശ്യങ്ങളിൽ ശ്രീകണ്ഠൻ വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വരുന്നതും ബാക്കിയുള്ളവർ കോൺഫറൻസ് ഹാളിലേക്ക് കയറുന്നതും രാത്രി 10:13 ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. രാഹുൽ കോൺഫറൻസ് ഹാളിലേക്ക് കയറുന്നതും ഫെനി നൈനാൻ കോറിഡോറിലേക്ക് വരുന്നതും കാണാം. എന്നാൽ ഫെനിയുടെ കയ്യിൽ അപ്പോൾ പെട്ടിയില്ല. 10:47 ദൃശ്യങ്ങളിൽ രാഹുലിനെ കോൺഫറൻസ് ഹാളിൽ നിന്ന് ഇറക്കി മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. രാഹുൽ കോൺഫറൻസ് ഹാളിലേക്ക് തിരിച്ചു വരുന്നതും ഫെനി നൈനാൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.